പ്രിയപ്പെട്ട വരന്മാരെ വരത്തികളെ, ഇന്ന് നമ്മൾ വരയ്ക്കുന്നത് ഒരു റാഡിഷാണ്. അതിൻ്റെ ഗ്രീൻ നിറമുള്ള ഇലയും മെറൂൺ നിറമുള്ള ആ ബോഡിയുമാണ്. നമ്മളുടെ ബീട്രൂട്ട് പോലെയുള്ള ഒരു വെജിറ്റബിളാണിത്. ഇലയും എല്ലാം സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ സ്കെച്ച് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് ക്രിംസൺ റെഡും കുറച്ച് ബ്ലൂ മിക്സ് ചെയ്ത ഒരു നിറമാണ്. കൂടുതൽ ക്രിംസൺ റെഡാണ് വേണ്ടത്. ശേഷം ഡാർക്ക് നിറത്തിൽ നിന്നാണ് തുടങ്ങിയത്. ഇനി അല്പം ബ്രഷ് ഒന്ന് കഴുകിയതിന് ശേഷം വളരെ കുറച്ച് മാത്രം വെള്ളമെടുത്ത് ലൈറ്റ് നിറം ചേർക്കുന്നു. ആ ബ്രഷിലുള്ള നിറമാണ് ഇപ്പോൾ വരുന്നത്. മുഴുവൻ കളർ നമ്മൾ കഴുകിയപ്പോൾ പോയിട്ടുണ്ടാവില്ല. ആ നിറം മാത്രമാണ് അവിടെ ചേർക്കുന്നത്. ഇനി ആ ഒരു നിറത്തിലേക്ക് വീണ്ടും ഡാർക്ക് നിറങ്ങൾ ചേർക്കുന്നു. നിങ്ങൾ ഇതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്കത് മുന്നോട്ട് പോവാം. താഴ്ഭാഗത്ത് ഈ കൂർത്ത വേരുകളെല്ലാം വരയ്ക്കുന്നു. കൂർത്ത ഭാഗവും അതിനോടനുബന്ധിച്ച വേരുകളും വരയ്ക്കുന്നു. കുറച്ചുകൂടി ബ്ലൂ എടുക്കുന്നു. ആ റെഡിൽ മിക്സ് ചെയ്ത് ഒന്നുകൂടി ചേർക്കുന്നു. മുഴുവൻ ബ്ലൂ അല്ല, അതിൽ ബ്രഷിലുള്ള റെഡ് കൂടി മിക്സ് ആയിട്ടുണ്ട്. ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇനി ആ ഒരു എഡ്ജ് ഭാഗം ഒന്ന് സ്മൂത്ത് ചെയ്ത് എടുക്കുന്നു. മുകൾ ഭാഗത്ത് കുറച്ചുകൂടി ആ ഒരു പിങ്ക് നിറങ്ങൾ എന്ന വയലറ്റ് പിങ്ക് നിറങ്ങൾ ചേർക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ മുകളിൽ കൂടുതൽ വെളിച്ചം വീഴുന്ന ഒരു എഫക്റ്റ് നമുക്ക് കിട്ടി. അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് വീണ്ടും ഡാർക്ക് നിറങ്ങൾ ചേർക്കുന്നു. ബ്ലൂവും ക്രിംസൺ റെഡും മിക്സ് ചെയ്ത ആ നിറമാണ് ചേർക്കുന്നത്. ഇതിനെങ്ങനെ ഉരുണ്ടതായി തോന്നിപ്പിക്കാൻ ഇത്തരത്തിലുള്ള കളർ ഉപയോഗമാണ് വേണ്ടത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക. തീർച്ചയായും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. കുറച്ച് യെല്ലോ കളർ ചേർത്തു. അതിൻ്റെ തണ്ടിൻ്റെ ഭാഗത്ത് കുറച്ച് തണ്ട് റെഡും കൂടി ചേർക്കുകയാണ് അതിന് കൂടെ. ഇനി ഇല പച്ച നിറത്തിലാണ് ചെയ്യേണ്ടത്. നമ്മൾ പലപ്പോഴും ഈ ഒരു ക്രിംസൺ റെഡ്, സാപ്പ് ഗ്രീൻ, പെർമനന്റ് ഗ്രീൻ തുടങ്ങിയ നിറങ്ങളാണ് ഇവിടെ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ചലഞ്ചിൽ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അത് മനസ്സിലായ നിങ്ങൾക്ക് ബാക്കിയുള്ള നിറങ്ങളും അതുപോലെ തന്നെ ഉപയോഗിക്കാൻ കഴിയും. വളരെ സിമ്പിളായ വീഡിയോകളായതുകൊണ്ടാണ് വളരെ കുറച്ച് നിറങ്ങൾ ചേർക്കുന്നത്. ഇവിടെ ബ്രഷ് നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് പുറത്തേക്ക് അതിനെ പരത്തിയെടുക്കുന്നു. വാട്ടർ കളറാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായും നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് സ്പ്രേ എല്ലാം ചെയ്യുന്നു. സ്പ്രേ ചെയ്യുന്നത് കാണാം. ഒരു ബ്രഷിൽ കളർ എടുത്ത് വേറൊരു ബ്രഷിൻ്റെ മുകളിൽ കൊട്ടിയാണ് ചെയ്യുന്നത്. നമ്മൾ തുടക്കം മുതലേ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കത് പരിചിതമായിരിക്കും. ചെയ്ത് നോക്കുക. നിങ്ങൾക്കിതുപോലെ പരത്തിയെടുക്കുമ്പോഴെല്ലാം ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യണമെന്നില്ല. ഇനി ആ ലെയർ ഉണങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സാപ്പ് ഗ്രീനും പെർമനന്റ് ഗ്രീനും കൊണ്ട് ഇലകൾ ചേർക്കുന്നു. ഇവിടെയും ഒറ്റ സ്ട്രോക്ക് കൊണ്ടാണ് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയൊന്നുമല്ല. കുറച്ച് ബ്ലൂ കൂടി ചേർത്ത് താഴ്ഭാഗത്തേക്ക് ഡാർക്ക് നിറങ്ങൾ കൊണ്ടുവരികയാണ്. ആ തണ്ടിൻ്റെ റെഡ് ഭാഗം മാഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ മുകളിലൂടെ പെയിൻറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. കുറച്ചൊന്ന് കയറിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. തുടങ്ങുന്നത് പെർമനന്റ് ഗ്രീനിൽ നിന്നാണ്. പിന്നെ സാപ്പ് ഗ്രീനിലേക്കും ബ്ലൂയിലേക്കും ബ്ലൂ മിക്സായ ഗ്രീനിലേക്കും എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഒറ്റ ബ്രഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ നമുക്ക് നന്നായി ബ്രഷ് കൺട്രോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപയോഗിക്കാം. നല്ല ബ്രഷ് കൂടിയാണെങ്കിൽ പിന്നെ അത് തന്നെ മതി നമുക്ക് നന്നായി ചെയ്യാൻ. ഇനിയും കുറച്ചുകൂടി റെഡും ബ്ലൂ മിക്സ് ചെയ്ത് ഡാർക്ക് നിറമാക്കി ഒന്നുകൂടി തന്നെ ഉരുണ്ടതാക്കി തോന്നിപ്പിക്കാൻ വേണ്ടി ആ ഒരു ഡാർക്ക് ഭാഗത്തെ ഉപയോഗിക്കുകയാണ്. ഇത് നമ്മൾ മൂന്നാമത്തെ ലെയറാണ് ഉപയോഗിക്കുന്നത്. എഡ്ജ് ഭാഗം ഒന്നുകൂടി ക്ലിയർ ആക്കി എടുക്കുന്നു. ഡാർക്ക് നിറം കൊണ്ടാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, കൂടുതൽ വെള്ളമില്ല. ഇപ്പോൾ നമുക്ക് ഈ ഒരു വെജിറ്റബിൾ കുറച്ചുകൂടി ഉരുണ്ടതായി തോന്നിപ്പിക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള സ്ട്രോക്കുകൾ കൊണ്ടാണ്. പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന, പുറത്തേക്ക് പരന്നുപോയ ഭാഗത്ത് കുറച്ച് ഡോട്ടുകളെല്ലാം ചേർക്കുന്നു. കുറച്ച് വേരുകളെല്ലാം വരയ്ക്കുന്നു. ഇത് റിഗർ ബ്രഷ് ഉപയോഗിച്ചാണ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ടാണ് നിങ്ങളുടെ ആവശ്യം. നിങ്ങളുടെ കമൻറ്റും എല്ലാം ഈ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങളൊന്നും ഉണ്ടാതിരിക്കുകയാണെങ്കിൽ ആരും ഈ വീഡിയോ കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ഈ കമൻറ്റ് ബോക്സ്. സബ്സ്ക്രൈബ് ചെയ്യലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യലും എല്ലാം വലിയ സഹായമാണ്. തീർച്ചയായും ചെയ്യാൻ ശ്രമിക്കുക. ഇലയുടെ ഭാഗത്ത് കുറച്ച് ലൈനുകൾ കൂടി ചേർത്ത് ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.